നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 9, 2025 ചൊവ്വ. അങ്ങനെ തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. മാത്രമല്ല ഇന്നലത്തെ പോലെ തന്നെ ഇന്നും മാർക്കറ്റ് ഹൈലി വോളട്ടൈലുമായിരുന്നു. മാത്രമല്ല നിഫ്റ്റിക്ക് കഴിഞ്ഞ നവംബർ 11 ശേഷം 25,850 എന്ന ലെവലിന് താഴെയായിട്ടും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇന്നും തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് തന്നെയായിരുന്നു ലഭ്യമായിരുന്നത്. ആദ്യ 40 മിനിറ്റുകൾ കൊണ്ട് തന്നെ നിഫ്റ്റിക്ക് അതിന്റെ ഡേ ലോയും ഇന്ന് ടച്ച് ചെയ്യേണ്ടതായിട്ട് വന്നു. എങ്കിലും നിഫ്റ്റിക്ക് അതിന്റെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50 ഡേ EMAയുടെ തൊട്ടുമുകളിലായി 25,528 എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുവാനും സാധിക്കുകയുണ്ടായി. തുടർന്ന് മാർക്കറ്റിന് റിക്കവർ ആകുവാനും സാധിച്ചു. എങ്കിലും 25,923 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നതിനെ തുടർന്ന് 120 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 25,839 എന്ന ലെവലിൽ നിഫ്റ്റിയുടെ ഒരു മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നപ്പോൾ സെൻസെക്സിന് 436 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് ഇന്ന് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിനെ തുടർന്ന് 59,000 എന്ന സൈക്കോളജിക്കൽ ഗ്രിപ്പ് നഷ്ടപ്പെട്ടെങ്കിലും വീണ്ടും തിരിച്ചു പിടിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് 16 പോയിന്റുകളുടെ മാത്രം നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. മാർക്കറ്റിൽ നിന്ന് ഇടിവ് നേരിട്ടെങ്കിലും NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1,818 കമ്പനികൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ 1,016 കമ്പനികൾ മാത്രമേ ഇന്ന് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായുള്ളൂ. ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകൾ ആദ്യ സെക്ഷനിൽ അതിശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും പിന്നീട് റിക്കവർ ആകുവാൻ സാധിച്ചതിനെ തുടർന്ന് BSE മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും ഇന്ന് 0.5% നേട്ടവും കൈവരിക്കുവാനായി. തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റി ITയിൽ സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. കൂടാതെ ഓട്ടോ ഫാർമ സെക്ടറിലും ഇന്ന് സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെടുകയുണ്ടായി. അതേസമയം റിയാലിറ്റി, ക്യാപിറ്റൽ ഗുഡ്സ്, പവർ, PSU ബാങ്ക് തുടങ്ങിയ സെക്ടറുകളിലും ഇന്ന് ബൈയിങ് ഇൻട്രസ്റ്റ് ദൃശ്യമാവുകയുണ്ടായി. ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്നലത്തെ ക്ലോസിംഗ് റേഞ്ചിൽ നിന്നും 21 പൈസയുടെ നേട്ടത്തോടുകൂടി 89.88 എന്ന ലെവലിൽ വ്യാപാരവും അവസാനിപ്പിക്കുവാനായി. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ഇന്നും തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും ഇന്ത്യൻ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. നിരന്തരമായ പണപ്പെരുപ്പ ആശങ്കകളും US സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും നിലനിൽക്കുന്നതിനിടയിൽ ഇന്നു മുതൽ ആരംഭിക്കാൻ വേണ്ടി പോകുന്ന ഫെഡ് മോണിറ്ററി പോളിസിയുടെ ഭാഗമായി നാളെ വരാനിരിക്കുന്ന ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനിൽ CME ഫെഡ് വാച്ച് ടൂൾ നൽകുന്ന സൂചനകൾ പ്രകാരം 87% മുതൽ 89% വരെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഇന്നും തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും മാർക്കറ്റും നിക്ഷേപകരും ജാഗ്രത പുലർത്തുക തന്നെയുണ്ടായി. നിലവിൽ ഇന്ത്യയിൽ നിന്നും US-ലേക്ക് 270,000 മെട്രിക് ടൺസ് ബസ്മതി റൈസ് ആണ് കയറ്റുമതി ചെയ്യപ്പെടുന്നത്. മാത്രമല്ല ഇന്ത്യയുടെ 4ാമത്തെ ഏറ്റവും വലിയ റൈസ് മാർക്കറ്റാണ് US-ഉം. എന്നാൽ ഇന്ത്യയിൽ നിന്നുമുള്ള ഈ റൈസ് കയറ്റുമതിയെ അമേരിക്കൻ പ്രസിഡന്റ് റൈസ് ഡംപിംഗ് എന്നാണ് വിശേഷിപ്പിക്കുകയുണ്ടായത് അമേരിക്കയിലേക്ക്. ഇതിനെ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ടെന്നും അതിനെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടതെന്നും അദ്ദേഹത്തിന് അറിയാമെന്നുള്ള സ്റ്റേറ്റ്മെന്റ് വരികയുണ്ടായി. അധിക നികുതി ചുമത്തിക്കൊണ്ട് ഇന്ത്യയിൽ നിന്നുമുള്ള റൈസ് ഡംപിങ്ങിനെ അദ്ദേഹം പ്രതിരോധിക്കുമെന്നുള്ള പ്രഖ്യാപനം വരികയുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്ന് പ്രധാന റൈസ് എക്സ്പോർട്ടിംഗ് സ്റ്റോക്കുകളായ KRBL, LT ഫുഡ്സ്, GRM ഓവർസീസ്, ഇഷ്ടാൻ ഫുഡ്സ് തുടങ്ങി റൈസ് എക്സ്പോർട്ടിംഗ് സ്റ്റോക്കുകൾക്ക് 8% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ നേരിടേണ്ടതായിട്ടും വരികയുണ്ടായി. ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഈ ഒരു പ്രഖ്യാപനം മാർക്കറ്റിനെ നിക്ഷേപകരെയും വീണ്ടും ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. കാരണം ഏകദേശം 1.5 മാസത്തിലേറെ കാലമായി ഇന്ത്യയിൽ നിന്നും US-ൽ നിന്നും വരുന്ന സൂചനകൾ പ്രകാരം ഈ മാസം അവസാനത്തോടുകൂടി ഇന്ത്യയും US-ഉം തമ്മിലുള്ള വ്യാപാര കരാറിലേക്ക് എത്തിപ്പെടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു മാർക്കറ്റും നിക്ഷേപകരും ഒരേപോലെ തന്നെ എത്തിച്ചേരുകയുണ്ടായത്. എന്നാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത് മാർക്കറ്റിലെ നിക്ഷേപകരുടെയും പ്രതീക്ഷയ്ക്ക് വിഘാതമേൽപ്പിക്കുകയുമുണ്ടായി. ഇന്നലത്തോടുകൂടി തുടർച്ചയായി ഈ മാസം 6 ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലിംഗ് തുടരുകയാണുണ്ടായത്.
മാത്രവുമല്ല 6 ട്രേഡിംഗ് സെക്ഷന് കൊണ്ട് ഏകദേശം 11,000 കോടി രൂപയ്ക്ക് മുകളിൽ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും അവർ വിറ്റിറങ്ങുകയും ചെയ്തു. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും തുടരുന്ന സെല്ലിങ്ങും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിച്ചു. ഇന്നലെ US മാർക്കറ്റിൽ S&P 500ഉം നാസ്ഡാക്കും നഷ്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നത്. ഇന്ന് വ്യാപാരം ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റ്സിലും തുടർന്ന വീക്ക്നെസിന്റെ ഫലമായിട്ടും മാത്രമല്ല ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ, സിംഗപ്പൂർ, തായ്ലൻഡ് മാർക്കറ്റുകൾക്കൊഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നതിനെ തുടർന്ന് വീക്കായിട്ടുള്ള ഗ്ലോബൽ ക്യൂസും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ തളർത്തുകയുണ്ടായി. പിന്നീട് റിക്കവറി നടത്തുവാൻ സാധിച്ചെങ്കിലും ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകൾക്കും തുടർച്ചയായ 5ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്നത്തെ ട്രേഡിംഗ് സെഷന്റെ ആദ്യഘട്ടത്തിൽ അതിശക്തമായ ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. നിഫ്റ്റി മിഡ് ക്യാപ് 100-ന് 2%-അടുത്തും നിഫ്റ്റി സ്മോൾ ക്യാപ് 100-ന് 2.5%-ലേറെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. പിന്നീട് ഈ രണ്ട് മേഖലയ്ക്കും റിക്കവറി നടത്തിക്കൊണ്ട് നേരിയ നേട്ടത്തോടുകൂടി തുടർച്ചയായി 5 ട്രേഡിംഗ് സെഷനുകളിലുണ്ടായ നഷ്ടത്തിന് ശേഷം നേരിയ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും ഇന്ന് ബോർഡർ മാർക്കറ്റ്സിന് നേരിടേണ്ടി വന്ന ഇടിവും കൂടാതെ തുടർച്ചയായി ഇന്ന് 2ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ IT സെക്ടറുകൾക്കും അതിശക്തമായ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെടുകയുണ്ടായി. തൽഫലമായി ഇന്ന് നിഫ്റ്റി ITയിലുള്ള 10 സ്റ്റോക്കുകളിൽ ആകെ ഒറാക്കിൾ ഫിൻസർവിന് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. കോഫോജിന് 4%-അടുത്ത് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ HCL ടെക് മഹേന്ദ്ര, വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് 1% മുതൽ 2%-ഓളം ഇടിവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഈ കാരണങ്ങളൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുകയുണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 41 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് സ്ലൈറ്റ്ലി നേട്ടത്തോടുകൂടിയും ഫ്രാൻസ് മാർക്കറ്റ് 0.5%-അടുത്ത് നഷ്ടത്തോടുകൂടിയും വ്യാപാരത്തിൽ തുടരുമ്പോൾ ജർമ്മൻ മാർക്കറ്റ് 0.5%-അടുത്ത് നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ഗോൾഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയൊക്കെ വിലയിൽ നിലവിൽ നേരിയ ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില $62.62 പെർ ബാരൽ എന്ന നിലയിലും ക്രൂഡ് ഓയിലിന്റെ വില $59 പെർ ബാരൽ എന്ന നിലയിലുമായിട്ട് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഗോൾഡിന്റെ വില $4,205.07 പെർ ഔൺസ് എന്ന നിലയിലായിട്ടും തുടരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഇൻഡിഗോ പ്രതിസന്ധിയെ തുടർന്ന് ഇൻഡിഗോയുടെ വിമാന സർവീസുകൾ 5% വെട്ടിക്കുറച്ചുകൊണ്ട് ഡിസംബർ 10-നകം പുതുക്കിയ ഷെഡ്യൂൾ സമർപ്പിക്കുവാൻ DGCA എയർലൈനോട് ആവശ്യപ്പെടുകയുണ്ടായി. സ്പൈസ് ജെറ്റ് ഇൻഡിഗോ പ്രതിസന്ധികൾക്കിടയിൽ എയർലൈൻ ഫ്ലീറ്റ് ശേഷി വികസിപ്പിച്ചതോടെ ഇന്നും 8%-ഓളം ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ സ്റ്റോക്കിൽ അനുഭവപ്പെടുകയുണ്ടായി. തൽഫലമായി തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷന് കൊണ്ട് 15%-ഓളം നേട്ടവും സ്റ്റോക്കിന് കൈവരിക്കുവാനായി. നുവാമ വെൽത്ത് 1:5 എന്ന റേഷ്യോയിലുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ റെക്കോർഡ് ഡേറ്റ് വെള്ളിയാഴ്ച ഡിസംബർ 26, 2025-നായിട്ടാണ് കമ്പനി ഫിക്സ് ചെയ്തിരിക്കുന്നത്. CSL ഫൈനാൻസ് ശ്രീ പ്രിൻസ് ഭരദ്വാജിനെ ചീഫ് ബിസിനസ് ഓഫീസറായിട്ട് നിയമിക്കുകയുണ്ടായി. GMR എയർപോർട്ട്സ് ഏകദേശം $245 മില്യൺ ദീർഘകാല ബോണ്ട് വിൽപ്പന കമ്പനി പദ്ധതിയിടുന്നുണ്ട്. പൈൻ ലാബ്സ് ലിമിറ്റഡ് ടാപ്പ് ടു പേ ഓൺലൈൻ എന്ന പേറ്റന്റ് ചെയ്ത ഓൺലൈൻ പേയ്മെന്റ് സാങ്കേതിക വിദ്യ അവതരിപ്പിക്കുകയുണ്ടായി. ഇതുവഴി കാർഡിന്റെ വിശദാംശങ്ങളോ OTPയോ നൽകാതെ ഫോണിലെ ഒരു കാർഡ് ടാപ്പ് ചെയ്ത് ഓൺലൈൻ പേയ്മെന്റുകൾ അനുവദിക്കുന്നതിലൂടെ സൗകര്യവും സുരക്ഷയും വർദ്ധിപ്പിക്കുന്നു എന്നാണ് കമ്പനിയുടെ അവകാശം. പ്രിസിഷൻ ഇലക്ട്രോണിക്സ് എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് സെക്ടറിലുള്ള ക്ലയന്റിന്റെ ഭാഗത്ത് നിന്നും 2 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.